ജാസ്മിൻ്റെ വാപ്പയെയും ഉമ്മയെയും ആരെയും ഒരു എയർപോർട്ടിലും താൻ കൊണ്ടുവിട്ടിട്ടില്ല എന്ന് ജാസ്മിനുമായിട്ട് നേരത്തെ കല്യാണം ഉറപ്പിച്ചിരുന്ന ആള് ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഒരു വലിയ നീണ്ട പോസ്റ്റാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, എന്നെ എത്ര വേണമെങ്കിലും സൈബർ ആക്രമണം നടത്തുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതുക, ആവശ്യമില്ലാത്ത കഥകൾ പറയുക, വ്യക്തിഹത്യ ചെയ്യുക, ഇവയൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഒരു 74 ദിവസങ്ങളും പല കാരണങ്ങൾ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു. ഇപ്പം എനിക്കറിയാം എൻ്റെ ജീവിതം നശിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. നേരത്തെ എൻ്റെ പാർട്ട്ണറായ വ്യക്തി ആ ഹൗസിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്നെ എത്രത്തോളം ബാധിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് പോലും ബുദ്ധിയില്ലാത്ത ചിലരെ എന്നിൽ മാത്രമാണ് കുറ്റം കണ്ടുപിടിക്കുന്നത്. ഇനി എന്ത് സംഭവിച്ചാലും സത്യം എല്ലാവരും അറിയണം. അതിന് ഞാൻ കാത്തിരിക്കുകയാണ്. ചിലർ പറയുന്നുണ്ട്, ഞാനും ആ മത്സരാർത്ഥിയും, അതായത് ജാസ്മിൻ്റെ പേര് ആൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, മത്സരാർത്ഥി അല്ലെങ്കിൽ പാർട്ട്ണർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനും മത്സരാർത്ഥിയും ചേർന്ന് ആസൂത്രണം ചെയ്ത നാടകമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ ഞാൻ ആരെയും എയർപോർട്ടിൽ ഇറക്കിയിട്ടില്ല. അതായത് ജാസ്മിൻ്റെ വാപ്പേനെ ഉമ്മേനെ കൊണ്ട് വിട്ടിട്ടില്ല. ഈയിടെ ആരുമായിട്ട് യാത്ര ചെയ്തിട്ടില്ല. ഞാൻ അമ്മയാണ് സത്യം ഇടുകയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആരുടെയും ഒരു മാസ്റ്റർ പ്ലാനിൻ്റെയും നാടകത്തിൻ്റെയും ഭാഗമല്ല ഞാൻ. ആ മത്സരാർത്ഥി വിജയിച്ചാൽ ആ സമ്മാനത്തുകയിൽ നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട. അവൾ ജയിച്ചാൽ അതെൻ്റെ നേട്ടമേ അല്ല. എനിക്ക് ജോലിയുണ്ട്, എൻ്റെ സ്വന്തം സമ്പാദ്യമുണ്ട്. എനിക്ക് സർവൈവ് ചെയ്യാനായിട്ട് അത് മാത്രം മതി. അവളുടെ വാപ്പ അകത്ത് കയറിയപ്പോൾ കൊടുത്ത ആ പാണ്ടയുടെ ടെഡി ഇപ്പോൾ ഞാൻ കൊടുത്തു വിട്ടതല്ല. അത് മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 7-ാം തീയതി ഞാനും അവളും റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ ആ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ്, ബിഗ് ബോസ് ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കൊടുത്തതാണ്. ചില അന്ധ ആരാധകരാണെങ്കിൽ അത് കേട്ടിട്ട് എന്നെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് എനിക്കറിയാം. തെളിവുകൾക്കായിട്ട് ഞാൻ തെളിവുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷോ ആരംഭിക്കുന്നതിന് മുമ്പ്, അതായത് മാർച്ച് 6-ന് ഇത് ബിഗ് ബോസ് ടീമിന് ഞാൻ ഈ പാണ്ഡെ അയച്ചിരുന്നു. കാരണം അവൾക്ക് അത് അത്രത്തോളം പ്രിയപ്പെട്ടതായതുകൊണ്ട് പ്രിയപ്പെട്ട ഇനം അയക്കാൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അയച്ചത്. പക്ഷേ അവർക്ക് ആ സമ്മാനം BB സ്റ്റുഡിയോയിൽ അവൾക്ക് കൊടുക്കാതെ അവർ BB സ്റ്റുഡിയോയിൽ വെച്ചിരിക്കുകയായിരുന്നു ഈ പാണ്ഡയെ. വെറും 3 മാസത്തെ ഷോയിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കളിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ബിഗ് ബോസിന് ശേഷം ഒരു ജീവിതമുണ്ട്. പണം മാത്രമല്ല എല്ലാം. ഇതെല്ലാം എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രതിച്ഛായയും നശിപ്പിച്ച് കളഞ്ഞേക്കുവാണ്. ആരുടെയും പ്രശസ്തിയോ സെലിബ്രിറ്റി പദവോ അപകടത്തിലാക്കുന്നതിൽ ഞാനൊന്നും ചെയ്യുന്നില്ല. പണത്തിനായിട്ട് ഞാൻ എല്ലാം മറക്കുമെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഈ പണം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം മറന്ന് വീണ്ടും ആളുടെ കൂടെ പോകുന്ന എല്ലാവരും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ ആരോഗ്യം ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന വേദന എത്രത്തോളമായിരുന്നുവെന്ന് എനിക്ക് നിങ്ങളോട് വിശദീകരിക്കാൻ കഴിയില്ല. എൻ്റെ സമാധാനത്തിന് പണത്തിന് ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ എൻ്റെ സമാധാനം, അതായത് പണം കിട്ടിയാൽ ആ പണത്തിനൊന്നും എൻ്റെ സമാധാനത്തെ തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അവൾ എൻ്റെ വസ്ത്രം അവളുടെ ലഗേജിൽ കൊണ്ടുപോയായിരുന്നു. ഞാൻ ഏകദേശം 3 ആഴ്ച എൻ്റെ ഷർട്ടുകൾ അയച്ചിരുന്നു. പക്ഷെ മനഃപൂർവ്വം ബിഗ് ബോസ് ടീം അത് നൽകിയില്ല. ആ വീട്ടിൽ അവൾക്ക് ആകെയുള്ള സമ്മാനങ്ങൾ എൻ്റെ മോതിരവും വളയും ഇപ്പോൾ ഈ ഒരു പാണ്ഡയുടെ ടെഡിയുമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് അവർ നൽകിയ മറ്റൊരു സമ്മാനം എന്ന് പറയുന്നത് അവളുടെ കട്ടിൽ നിങ്ങളെല്ലാവരും കാണുന്ന അവളുടെ ഫാമിലി ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. ഇതും ഞാൻ ആദ്യ ആഴ്ചയിൽ കൊടുത്തു വിട്ടതാണ്. പക്ഷേ വിഷു എപ്പിസോഡിൽ മാത്രമാണ് ഇത് നൽകിയത്. കാരണം അറിയില്ല. ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ആൾ പറഞ്ഞേക്കണത്. ഇത് അഭിസംബോധന ചെയ്തേക്കണത് പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഫാൻ ആർമികൾ, BB കാണുന്നവരെ എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു കുഴപ്പം മുഴുവൻ എൻ്റെ കുടുംബത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ബോധപൂർവം പ്രതികരിക്കാതിരുന്നതെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇനി ഈ ഷോ കഴിഞ്ഞിട്ട് നമുക്കറിയാം ബാക്കി. ഈ ഷോ കാരണം പല ആളുകളുടെയും ജീവിതമാണ് നശിക്കുന്നതെന്നും തോന്നുന്നു. ജാസ്മിൻ ഇത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു അകത്തുണ്ടായിരുന്നെങ്കിലും പുറത്തിറങ്ങുമ്പോഴേ ജാസ്മിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. കാരണം ബിഗ് ബോസിൻ്റെ കപ്പ് മാത്രം നേടുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമുക്ക് പുറത്തൊരു ജീവിതം കൂടിയുണ്ട്. ഇനി ഗെയിമല്ല, റിയലായിട്ട് ഗബ്രിയോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നണില്ല ഗബ്രിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഗബ്രി പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെയാണ്. എന്താണെങ്കിലും പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇനി സൈബർ അറ്റാക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അല്ലാതെ ഇപ്പം എന്ത് പറയാനാണല്ലേ.